ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു പാളിപ്പോയിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ റെസിപ്പി എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം, എന്താണ് ഉണ്ടായതെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ നമ്മൾ എന്നും സക്സസ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ പാളിപ്പോയിട്ടുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ എന്തായാലും വീഡിയോ എടുത്തതിൽ വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ യൂട്യൂബിലോട്ടായിട്ട് ഇതുവരെ വീഡിയോസ് എടുത്തതിലൊന്നും റെസിപ്പി വീഡിയോസൊന്നും ഇതുവരെ പാളിപ്പോയിട്ടില്ല. അല്ലാതെ നമ്മൾ വീട്ടിലൊക്കെ റെസിപ്പീസൊക്കെ പരീക്ഷിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ പാളിപ്പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ യൂട്യൂബിലോട്ടായിട്ട് ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി പാളിപ്പോയത്. അപ്പോൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് 4 ആപ്പിളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 4 ആപ്പിളിന് തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ ആപ്പിളൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ആപ്പിൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ആപ്പിൾ കുക്കായി വരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആപ്പിളൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് വെച്ചെടുക്കാം. ഇനി നമുക്ക് ആപ്പിളോടെ കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് മിൽക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇത് ഞാൻ 250 ഗ്രാമോളം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ 250 ഗ്രാമോളം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ആപ്പിൾ ഇതവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ അവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് അവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ജാർ എടുത്തിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആപ്പിൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ചോക്ലേറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ആപ്പിളും ചോക്ലേറ്റും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് ഈ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലോട്ടൊരു രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുക്കുന്ന രീതിയിലോ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ പുറത്തെടുത്തതാണ്. ഞാൻ 2 ദിവസത്തോളം ഫ്രിഡ്ജിൽ വെച്ച് നോക്കി സെറ്റ് ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാ റെസിപ്പി എന്നൊക്കെ. ചോക്ലേറ്റ് മോസാണെന്ന് ഞാൻ റെഡിയാക്കാൻ വേണ്ടി നോക്കിയത്. സംഭവം സക്സസ് ആയില്ല, പാളിപ്പോയി. ഫ്രിഡ്ജിൽ എത്ര വെച്ചിട്ടാണെങ്കിലും ഇത് സെറ്റായി കിട്ടുന്നില്ല. ഇത് ഒരു ക്രീം പോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു ഷേക്ക് പോലെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നേരെ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് മുമ്പല്ല ഇപ്പോൾ അടുത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ചോക്ലേറ്റ് മോസിൻ്റെ റെസിപ്പി ആയിട്ടപ്പോൾ നിങ്ങൾ കണ്ടത്. അതിപ്പോൾ ചോക്ലേറ്റ് ഷേക്കായി പോയി. അപ്പോൾ നമ്മൾ എന്തായാലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഏതിന് റെസിപ്പിയെ കണ്ടാൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറില്ല. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ജാറിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം അതിലോട്ട് കുറച്ച് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ തിളപ്പിച്ച് ആറിയ പാലാട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാൻ വെറും പാൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഷെയ്ക്ക് മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മൂസ് ചോക്ലേറ്റ് ഷെയ്ക്ക് ആയതിൻ്റെ റെസിപ്പി ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് ഷേക്ക് ആവുക അതുപോലെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലൊരു ഷേക്ക് പോലെ എന്തെങ്കിലും അടിച്ചിട്ട് ആണ് കുടിച്ചാൽ മതി. അപ്പോൾ കുറച്ച് സമാധാനം കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചോക്ലേറ്റ് മൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് എടുത്തതിൻ്റെ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ കറക്റ്റ് ആവാതിരുന്നിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആവാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.